ഹായ് മക്കളെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അവർ ഗവൺമെൻറ് അഥവാ നമ്മുടെ ഗവൺമെൻറ് എന്ന ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം എളുപ്പമുള്ള ചാപ്റ്ററാണ്. അതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിൽ എത്രയൊക്കെ പോയിന്റ്സ്, എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ചാപ്റ്ററിലോട്ട് പോകാം. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ് എന്നുള്ളത്. അതിൽ 3 ഓർഗൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ട് ഉള്ളത്. എക്സിക്യൂട്ടീവ്, അതേപോലെ ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ഇതാണ് ഗവൺമെന്റിന്റെ 3 ഓർഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെജിസ്ലേച്ചർ എന്താണ് ചെയ്യുന്നത്? മേക്കിംഗ് ലോസ്, നിയമങ്ങൾ നിർമ്മിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇവിടെ കാണുന്ന പോലെ. അടുത്തത് എക്സിക്യൂട്ടീവ്, ഇംപ്ലിമെന്റ് ലോസ്, അതായത് ഈ പറയുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് അവർ ചെയ്യുന്നത്. ലാസ്റ്റ് ജുഡീഷ്യറി, ഇന്റർപ്രറ്റ് ലോസ്, അതായത് നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ മലയാളത്തിലും കൂടെ പെട്ടെന്നൊന്ന് നോക്കാം. ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ 3 വിഭാഗങ്ങളാണുള്ളത്. നിയമനിർമ്മാണ വിഭാഗം, രണ്ടാമത്തത് കാര്യനിർവഹണ വിഭാഗം, 3 നീതിന്യായ വിഭാഗം. ഓക്കെ, അപ്പോൾ 3 വിഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്നും കൂടി ഒന്ന് നോക്കാം. ഇപ്പുറത്ത് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ അതിന്റെ തന്നെ മലയാളം നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, അതേപോലെ നീതിന്യായ വിഭാഗം. ഇവരെന്താണ് ചെയ്യുന്നത് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. നിയമങ്ങൾ നിർമ്മിക്കുകയാണ് അവർ ചെയ്യുന്നത്. ആര്? പേര് പോലെ തന്നെ നമ്മുടെ നിയമനിർമ്മാണ വിഭാഗം. രണ്ടാമതായിട്ട് നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ആര്? നമ്മുടെ ഈ പറയുന്ന കാര്യനിർവഹണ വിഭാഗം. ഇനി ഇപ്പുറത്തോട്ട് നീതിന്യായ വിഭാഗം ചെയ്യുന്ന എന്താ? ഇവര് നിർമ്മിച്ച നിയമങ്ങൾ അവരെന്ത് ചെയ്യുന്നു? വ്യാഖ്യാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗവൺമെന്റിന്റെ വിവിധ ഘടകങ്ങൾ ഏതെല്ലാം? വാട്ട് ആർ ദ ഡിഫറെന്റ് ഓർഗൻസ് ഓഫ് ദ ഗവൺമെന്റ്? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഈ 3 പോയിന്റ്സ് ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇപ്പൊ പഠിച്ച സാധനം തന്നെ ഈ ലെജിസ്ലേച്ചറിന്റെ ഉള്ളിൽ ആരൊക്കെയാണ്, എക്സിക്യൂട്ടീവിന്റെ ഉള്ളിൽ ആരൊക്കെയാണ്, അതേപോലെ ജുഡീഷ്യറിയുടെ ഉള്ളിൽ ആരൊക്കെയാണ്, ഈ കാര്യങ്ങളിലോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ലെജിസ്ലേച്ചറിന്റെ ഉള്ളിൽ വരുന്നത് 3 പേരാണ്. ആരൊക്കെയാണ്? നമ്മുടെ പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ. ഒരു വട്ടം കൂടെ ഒന്ന് പറഞ്ഞു നോക്കി. ലെജിസ്ലേച്ചറിന്റെ ഉള്ളിൽ ആരൊക്കെയാണ്? പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ. എക്സിക്യൂട്ടീവ്, അതായത് ഒന്നാമത് ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ വിഭാഗം അല്ലേ. നിയമങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിയമങ്ങൾ നടപ്പിലാക്കാനായിട്ടുള്ളതാണ് ആര്? എക്സിക്യൂട്ടീവ്. ഓക്കെ, അപ്പോൾ അതിൽ ആരൊക്കെയാണുള്ളത് നോക്കാം. പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, ബ്യൂറോക്രസി. ഒരു വട്ടം കൂടെ പറഞ്ഞേ, ആരൊക്കെയാണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, അതേപോലെ ബ്യൂറോക്രസി എന്നിങ്ങനെയാണ് 4 പേരുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ലാസ്റ്റ് ജുഡീഷ്യറി. ഓക്കെ, ജുഡീഷ്യറിയിലുള്ളത് കോടതികളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, അതിൽ ഏതൊക്കെ കോടതികളാണ്? സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അതേപോലെ ഡിസ്ട്രിക്ട് കോർട്ട്, സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി. ഇത്രയും വിഭാഗങ്ങളാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ വരുന്നത്. അപ്പൊ 3 വിഭാഗങ്ങൾ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ ഒന്നും കൂടെ പറഞ്ഞു. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അതിന്റെ ഉള്ളിൽ ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിയത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം ചോദിക്കുന്നത്: ലെജിസ്ലേച്ചറിന്റെ ഉള്ളിൽ വരുന്ന വിഭാഗങ്ങൾ ആരെല്ലാം, അതേപോലെ എക്സിക്യൂട്ടീവിന്റെ ഉള്ളിൽ വരുന്നത് ആരെല്ലാം, ജുഡീഷ്യറിയുടെ ഉള്ളിൽ വരുന്നത് ആരെല്ലാം. ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചോദ്യങ്ങൾ അവിടെ വരുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ഇതിന്റെ തന്നെ മലയാളത്തിലോട്ട് പെട്ടെന്നൊന്ന് പോകാം. നിയമനിർമ്മാണ വിഭാഗം, അതേപോലെ കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിങ്ങനെയാണ് 3 എണ്ണം. ഓക്കെ, അപ്പോൾ നിയമനിർമ്മാണ വിഭാഗത്തിൽ 3 പേര് ആരൊക്കെ? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഉള്ളിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിങ്ങനെയാണ് വരുന്നത്. ഇനി നീതിന്യായ വിഭാഗത്തിന്റെ ഉള്ളിൽ അവിടെ കോടതികളാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ കോടതിയാ? സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതി എന്നിങ്ങനെ വിഭാഗങ്ങൾ വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോദ്യം: നിയമനിർമ്മാണ വിഭാഗത്തിനുള്ളിൽ ആരെല്ലാം ഉൾപ്പെടുന്നു, കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഉള്ളിൽ ആരെല്ലാം വരുന്നു, അതേപോലെ നീതിന്യായ വിഭാഗത്തിന്റെ ഉള്ളിലും. ഓക്കെ, അപ്പോ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ ഇടയിൽ നിന്ന് ചോദിക്കാറുള്ള അത് ഇപ്പൊ നമ്മൾ പഠിച്ച ഭാഗത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് നമുക്ക് 1-2 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും. അത് നമ്മുടെ വീഡിയോന്റെ താഴെ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ചോദ്യം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കുള്ളൂ:
നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിലാണ് വരുന്നത്? നിയമനിർമ്മാണത്തിലാണോ കാര്യനിർവഹണത്തിലാണോ എന്നുള്ളത്, അഥവാ രാഷ്ട്രപതി. നോക്കി, രാഷ്ട്രപതി രണ്ട് സ്ഥലത്തും വരുന്നില്ലേ? അതേപോലെ എന്ത് ചെയ്യാം, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ അവസാനം ഞാൻ ചോദിക്കാം. നമ്മുടെ വീഡിയോന്റെ താഴെ എല്ലാ മക്കളും എന്ത് ചെയ്താൽ മതി, അതൊന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ലോകസഭ? ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സെക്ഷനിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഫീച്ചേഴ്സ് ഓഫ് രാജ്യസഭ, രാജ്യസഭയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഫീച്ചേഴ്സ് എന്തെല്ലാം നോക്കാം നമുക്ക്. രാജ്യസഭയിൽ 238 എലക്ടഡ് മെമ്പേഴ്സ് ആണ് രാജ്യസഭയിൽ ഉള്ളത്. എത്രയാണ്? 238 എലക്ടഡ് മെമ്പേഴ്സ്. അതേപോലെ 12 നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട്, അതായത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ. ഇനി ഇതിനറിയപ്പെടുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താ അറിയപ്പെടുന്നത്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ഇതൊരു സ്ഥിരം സഭയാണ്, പെർമനന്റ് ഹൗസ്. ലാസ്റ്റ് പോയിന്റ്, വൈസ് പ്രസിഡന്റ് ആണ് ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഉപരാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പഠിച്ചത് രാജ്യസഭയുടെ സവിശേഷതകളെ കുറിച്ചിട്ടാണ്. ഒരു 5 പോയിന്റുകളെ പഠിച്ചുള്ളൂ. 238 എലക്ടഡ് മെമ്പേഴ്സ്, 12 നോമിനേറ്റഡ് മെമ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത് ആണ് ഇത് അറിയപ്പെടുന്നത്, പെർമനന്റ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ലാസ്റ്റ് പോയിന്റ്, വൈസ് പ്രസിഡന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടന്റ് ക്ലിയർ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ മലയാളത്തിലും കൂടെ പെട്ടെന്നൊന്ന് പോയി വരാം. അപ്പോൾ രാജ്യസഭയുടെ സവിശേഷതകളല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 238 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, 12 നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ. ആരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അവിടെ നാമനിർദ്ദേശം ചെയ്യുന്നത്, അറിഞ്ഞിരിക്കുക. ഇനി സംസ്ഥാനങ്ങളുടെ കൗൺസിൽ അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ്? രാജ്യസഭയാണോ ലോകസഭയാണോ? രാജ്യസഭ. അപ്പൊ ഇതേപോലെയൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് കയറി വരാം. പിന്നെ ഇതൊരു സ്ഥിരം സഭയാണെന്ന് അറിഞ്ഞിരിക്കുക, പെർമനന്റ് ആണ് അറിഞ്ഞിരിക്കുക. ഇനി ലാസ്റ്റ് പോയിന്റ്, ഉപരാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഓക്കെ, അപ്പോ 5 പോയിന്റുകൾ ക്ലിയർ ആണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് രാജ്യസഭ എന്ന് ചോദിച്ചാൽ ഇനി ഒരാളും തെറ്റിച്ചേക്കരുത്. ഇതിലെ ഈ 5 പോയിന്റ്, 238 തെരഞ്ഞെടുക്കപ്പെട്ടവർ, 12 നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർ, സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു, സ്ഥിരം സഭയാണ്, അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതി. മറന്നേക്കരുത്. ഓക്കെ, യെസ്. ഇനി പോകാം ലോകസഭയിലോട്ട്. ലോകസഭയുടെ ഒരു പിക്ചർ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലോകസഭയുടെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. ചോദ്യം ഇങ്ങനെ ആയിരിക്കുള്ളൂ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ലോകസഭ? ലോകസഭയുടെ സവിശേഷതകൾ എന്തെല്ലാം, അല്ലെങ്കിൽ ലോകസഭയെ കുറിച്ചിട്ട് ഇത്ര പോയിന്റുകൾ എഴുതൂ എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കുള്ളൂ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ലോകസഭയിലെ കേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 543 എലക്ടഡ് മെമ്പേഴ്സ് ആണ് ഉള്ളത്. മറ്റേ സ്ഥലത്ത് എത്രയായിരുന്നു? രാജ്യസഭയിൽ എത്രയായിരുന്നു? നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചല്ലേ, രാജ്യസഭയിൽ 238 അതേപോലെ 12 നോമിനേറ്റഡ് മെമ്പേഴ്സ് അഥവാ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ലോകസഭയിൽ നോക്കി, ലോകസഭയിലോട്ട് വന്നപ്പോൾ 543 എലക്ടഡ് മെമ്പേഴ്സും 2 നോമിനേറ്റഡ് മെമ്പേഴ്സും ആണ് അവിടെ ഉള്ളത്, അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി ഇറ്റ് ഈസ് നോൺ ആസ് ദ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ്, അതായത് ജനപ്രതിനിധി സഭ എന്നിതിനെ അറിയപ്പെടാറുണ്ട്. ഇനി ലോകസഭയിലോട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കാലാവധി എന്ന് പറയുന്നത്, അപ്പുറത്ത് രാജ്യസഭയ്ക്ക് കാലാവധി ഒന്നുമില്ല, അത് സ്ഥിരം സഭയാണ്. പക്ഷേ ഈ ലോകസഭയ്ക്ക് ഒരു കാലാവധി ഉണ്ട്. കൃത്യമായിട്ട് എത്ര വർഷമോ? 5 വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ലോകസഭ എത്ര വർഷത്തേക്കാണോ ഉള്ളത്? 5 വർഷത്തേക്കാണ് എന്ന് അറിഞ്ഞിരിക്കുക. ലാസ്റ്റ് പോയിന്റ്, പ്രിസൈഡഡ് ഓവർ ബൈ സ്പീക്കർ, അതായത് നമ്മുടെ സ്പീക്കറാണ് അവിടെ അധ്യക്ഷത വഹിക്കുന്നത്. സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഈ അടുത്ത് നമ്മുടെ ഇവിടെ കഴിഞ്ഞ ഇലക്ഷൻ ഏതാ? ലോകസഭ ഇലക്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ ഏത് പാർട്ടിയാണ് ജയിച്ചത്? നിങ്ങളുടെ ഓരോരുത്തരുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും മണ്ഡലങ്ങളിലൊക്കെ ആരാണ് ജയിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓർക്കുക അവിടെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ നടന്നത്, ഇപ്പൊ പറഞ്ഞത് ലോകസഭയുടെ സവിശേഷതകളാണ്. അതിന്റെ മലയാളത്തിലും കൂടെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയിട്ട് വരാം. അപ്പോൾ ലോകസഭയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് ചോദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് പറയുന്നു. 543 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇനി അതേപോലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ എത്ര പേരാ? 2 പേരാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. 5 വർഷമാണ് കാലാവധി. 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും അവിടെ ഇലക്ഷൻ നടക്കും. ലാസ്റ്റ് പോയിന്റ്, സ്പീക്കറാണ് എന്ത് ചെയ്യുന്നത്, അതിൽ അധ്യക്ഷത വഹിക്കുന്നത്. ഓക്കെ,
ഓക്കെ, അപ്പൊ നമ്മളിപ്പോ രാജ്യസഭയുടെ പറഞ്ഞു, ലോകസഭയുടെ പറഞ്ഞു. ഇമ്പോർട്ടന്റ് ആണ് ഈ ഫസ്റ്റ് ടൈം എക്സാമിന് മിക്കവാറും ഒരു ചോദ്യം ഇതായിരിക്കും, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ. ഇനി ഏറ്റവും ചുരുങ്ങിയത് ഇതിൽ നിന്ന് ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ചിലപ്പോ മാക്സ് ദ ഫോളോയിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ്റെ ഉള്ളിൽ നിന്ന് വരെ എന്ത് ചെയ്യാം, ഇതിൽ നിന്നൊരു ചോദ്യം കയറി വരാം. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാനായിട്ട് സാധ്യതയുള്ളത്. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്, പാർലമെന്റിന്റെ ചുമതലകൾ എന്തെല്ലാം നോക്കാം. സിമ്പിൾ ആണ്. ദ ലെജിസ്ലേഷൻ ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ പാർലമെന്റ്, നിയമനിർമ്മാണമാണ് അവരുടെ പ്രാഥമിക ചുമതല എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ടു മേക്ക് എ ലോ ദ അപ്രൂവൽ ഓഫ് ബോത്ത് ദ ഹൗസ് ഓഫ് ദ പാർലമെന്റ് ഈസ് റിക്വയർഡ്, അതായത് നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ രണ്ട് സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ഏതൊക്കെയാണ് ഈ രണ്ട് സഭകൾ എന്ന് പറയുന്നത്? ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ച കാര്യം, ലോകസഭ അതേപോലെ രാജ്യസഭ, ഈ രണ്ട് പേരുടെയും അംഗീകാരം ആവശ്യമാണ് നിയമങ്ങൾ പാസ്സാക്കി എടുക്കാനായിട്ട്, നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട്. ദ ലോക്സഭ ആൻഡ് രാജ്യസഭ അസംബിൾ സെപ്പറേറ്റ്ലി ഫോർ ദ ലെജിസ്ലേഷൻ, അതായത് ലോകസഭയും നമ്മുടെ രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്? 3 പോയിന്റ് അല്ലേ പഠിച്ചേ. ഒന്ന്, നിയമങ്ങൾ നിർമ്മിക്കുക. രണ്ടാമതായിട്ട് രണ്ട് സഭകളുടെയും അപ്രൂവൽ ആവശ്യമാണ്. ഏതൊക്കെയാണ് രണ്ട് സഭകൾ? ഒന്ന് ഇവിടെ പറഞ്ഞ ലോകസഭ, രണ്ട് ഇവിടെ പറഞ്ഞ രാജ്യസഭ. സംശയമൊന്നുമില്ല. ഇനി ഈ പറയുന്ന നിയമങ്ങൾ പാസ്സാക്കാനായിട്ട് രണ്ട് സഭകളും, നമ്മുടെ ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നിയമ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. ലോക്സഭ ആൻഡ് രാജ്യസഭ അസംബിൾ സെപ്പറേറ്റ്ലി ഫോർ ലെജിസ്ലേഷൻ, ഈ നിയമനിർമ്മാണത്തിനായിട്ട് രണ്ട് സഭകൾ എന്ത് ചെയ്യുന്നുണ്ട്, വെവ്വേറെയാണ് അവിടെ സമ്മേളിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ചോദ്യം എന്താ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്, പാർലമെന്റിന്റെ ചുമതലകൾ എന്തെല്ലാം എന്നായിരിക്കും അവിടെ ചോദ്യം വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ബിൽ? എന്താണ് ബിൽ? ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് മെന്റ് ബൈ ബിൽ. അപ്പോ എ ലോ ഇൻ എ ഡ്രാഫ്റ്റ് ഫോം ഈസ് നോൺ ആസ് ബിൽ, നിയമത്തിന്റെ കരട് രൂപമാണ് എന്തെന്നറിയപ്പെടുന്നത്, ബിൽ എന്നറിയപ്പെടുന്നത്. നിയമത്തിന്റെ കരട് രൂപമാണ് എന്തെന്നറിയപ്പെടുന്നത്, ബിൽ എന്ന് പറയുന്നത്. ആൻഡ് ഓർഡിനറി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഐദർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്, ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. മൂന്നാമത്തെ പോയിന്റ്, ദ ഹൗസ് വിച്ച് കൺസിഡേർഡ് ദ ബിൽ ദ ഫസ്റ്റ് ഈസ് കോൾഡ് ദ ഫസ്റ്റ് ഹൗസ്, അതായത് ബിൽ ആദ്യം പരിഗണിക്കുന്ന സഭയെ ഒന്നാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ ദ ഹൗസ് വിച്ച് കൺസിഡേർഡ് ഇൻ ദ നെക്സ്റ്റ് ഈസ് കോൾഡ് സെക്കൻഡ് ഹൗസ്, രണ്ടാമത് പരിഗണിക്കുന്ന സഭ എന്നെന്ന് വിളിക്കാം, രണ്ടാം സഭ എന്നും അവിടെ വിളിക്കാം. അപ്പോൾ ബിൽ എന്താണ്? നമ്മൾ ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഡയറക്റ്റ് ഒരു നിയമം ആവുകയല്ല ചെയ്യുന്നത്, ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെ എന്ത് ചെയ്യണം, അത് കടന്നു പോകണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ ലോകസഭയിലോ രാജ്യസഭയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതിനെ അവതരിപ്പിക്കണം. അപ്പൊ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതിനൊരു ഡ്രാഫ്റ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ നിയമങ്ങളുടെ ഒരു കരട് രൂപം എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഇവർ പാസ്സാക്കി കഴിഞ്ഞ് പ്രസിഡന്റിന്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ ശേഷം മാത്രമേ എന്താവുള്ളൂ, അതൊരു നിയമമായിട്ട് വരുള്ളൂ. അപ്പൊ നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ലെന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കേണ്ടത്, ഇത് ലോകസഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കണം. ആദ്യം അവതരിപ്പിക്കുന്ന സഭയെ ദ ഫസ്റ്റ് ഹൗസ് അഥവാ ഒന്നാം സഭയെന്നും രണ്ടാമത് അവതരിപ്പിക്കുന്ന സഭയെ സെക്കൻഡ് ഹൗസ് അഥവാ രണ്ടാം സഭയെന്നും അതിനെ വിളിക്കുന്നു. അപ്പോൾ ബില്ലിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മുടെ വീഡിയോന്റെ താഴത്ത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. അടുത്താണ് മണി ബിൽ കേട്ടോ, മണി ബിൽ. ഓക്കെ, ചോദ്യം ഇതാണ്, മണി ബില്ലിന്റെ അകത്ത് കൂടുതൽ പവർ ഉള്ളത് ആർക്കാണ്? എന്റെ ചോദ്യം ഇതാണ്, മണി ബില്ലിന്റെ അകത്ത് കൂടുതൽ പവർ ഉള്ളത് നമ്മുടെ ലോക്സഭയ്ക്കാണോ രാജ്യസഭയ്ക്കാണോ? നമ്മുടെ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക എല്ലാവരും കേട്ടോ. ഓക്കെ, അപ്പൊ ലോക്സഭയ്ക്കാണോ രാജ്യസഭയ്ക്കാണോ എന്ന് ഒന്ന് കമന്റ് ചെയ്യണം. നോക്കാം മണി ബിൽ എന്താണെന്നുള്ളത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, എനി ബിൽ റിലേറ്റിംഗ് ടു ദ കളക്ഷൻ ഓഫ് ദ റവന്യൂ ഓർ എക്സ്പെൻഡിച്ചർ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ക്യാൻ ബി ടേംഡ് ആസ് മണി ബിൽ, അതായത് പൊതുഖജനാവിലേക്കോ ധനസമാഹരണം അതേപോലെ പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ബില്ലിനെയാണ് നമ്മൾ സാധാരണ എന്തെന്ന് പറയുന്നത്, ധനബിൽ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ധനബിൽ എന്ന് പറയുന്നത്. The constitution states that the money bill can be introduced only in the Lok Sabha. Okay. ഒരു ധനബില്ല് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഞാൻ ചോദിച്ച ചോദ്യം മറക്കണ്ട. ധനബിൽ അഥവാ മണി ബില്ലിന്റെ അകത്ത് കൂടുതൽ റോൾ ആർക്കാണ്? ലോക്സഭയ്ക്കാണോ രാജ്യസഭയ്ക്കാണോ എന്ന് നമ്മുടെ വീഡിയോന്റെ താഴെ എല്ലാവരും ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ മണി ബിൽ എന്താണെന്ന് മനസ്സിലായല്ലോ. മണിയുമായി ബന്ധപ്പെട്ട, ധനവുമായി ബന്ധപ്പെട്ട, റവന്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ
അവതരിപ്പിക്കുന്ന ബില്ലാണ് എന്ത് പറയുന്നത്, സാധാരണ മണി ബിൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ സവിശേഷതകൾ. ഫീച്ചേഴ്സ് ഓഫ് എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ. In India, there are two level of executives. Okay, two level office executive. ഇന്ത്യയിൽ രണ്ട് തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. രണ്ട് തലങ്ങളിലുള്ളത് ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തതാണ് പൊളിറ്റിക്കൽ. പൊളിറ്റിക്കൽ. ഈ പൊളിറ്റിക്കലിന്റെ ഉള്ളിൽ ആരൊക്കെയാണ് വരുന്നത്? നമ്മുടെ പ്രസിഡന്റും അതേപോലെ മിനിസ്റ്റേഴ്സുമാണ് വരുന്നത്, അറിഞ്ഞിരിക്കുക. ഓക്കെ, അതായത് രാഷ്ട്രപതിയും നമ്മുടെ മന്ത്രിമാരും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇവരെ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നു. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള എക്സിക്യൂട്ടീവ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. കാര്യനിർവഹണ വിഭാഗങ്ങൾ. ഒന്ന് പൊളിറ്റിക്കൽ. ഈ പൊളിറ്റിക്കലിനുള്ളിൽ ആരൊക്കെയാണ് വരുന്നത്? പ്രസിഡന്റും അതേപോലെ മിനിസ്റ്റേഴ്സും. ഇനി രണ്ടാമതായിട്ടുള്ളതാണ് ബ്യൂറോക്രാറ്റ്സ്. They are known as permanent executive. ഈ പെർമനന്റിന്റെ ഉള്ളിൽ ആരാ വരുന്നത്? ബ്യൂറോക്രാറ്റ്സ് ആണ് വരുന്നത്. അതായത് ഉദ്യോഗസ്ഥ വൃന്ദത്തെയാണ് അവിടെ എന്ത് പറയുന്നത്? പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കേട്ടോ. അവർ യോഗ്യതയുടെ അടിസ്ഥാനത്തിലൊക്കെ നിയമിക്കപ്പെട്ടവരായിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവർ സ്ഥിരമായിരിക്കും. അവരറിയപ്പെടുന്നതാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം. അപ്പൊ ഈ സെക്ഷൻ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാം. എക്സിക്യൂട്ടീവ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യയിൽ രണ്ട് ലെവലിലുള്ള ഓഫീസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കുക. രണ്ട് ലെവലിൽ ഏതൊക്കെയാ? ഒന്ന് പൊളിറ്റിക്കൽ അഥവാ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. രണ്ട്, പെർമനന്റ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രീയത്തിന്റെ ഉള്ളിൽ ആരൊക്കെയാ വരുന്നത്? പ്രസിഡന്റും മിനിസ്റ്റേഴ്സും. പെർമനന്റിന്റെ ഉള്ളിൽ ആരൊക്കെയാണ് വരുന്നത്? ബ്യൂറോക്രാറ്റ്സ് അഥവാ ഉദ്യോഗസ്ഥ വൃന്ദം. ഇവര് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിയമിക്കപ്പെട്ടത് എന്നറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗവൺമെന്റിന്റെ 3 വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിന്റെ ഉള്ളിൽ ആര് എവിടെയൊക്കെ വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഒരു ചോദ്യം ചോദിച്ചേക്കാം. പ്രസിഡന്റ് ഏതിന്റെയൊക്കെ ഉള്ളിലാണ് വരുന്നത്? ഒന്ന് കമന്റ് ചെയ്യണം നമ്മുടെ വീഡിയോന്റെ താഴെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് മണി ബിൽ എന്താണെന്ന് പഠിച്ചു. പിന്നെ എന്താണ് ബില്ല് എന്നുള്ളത് നോക്കിയായിരുന്നു. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്. പിന്നെ ലോകസഭ, രാജ്യസഭ, ഇതിന്റെയൊക്കെ സവിശേഷതകളും നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇത്രയും ഭാഗത്തുനിന്ന് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും ഭാഗത്തുനിന്ന് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നാൽ 1 മാർക്ക് പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോയേക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ടാറ്റാ.